ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. ഇന്ന് നമുക്ക് മൈക്രോബയോളജിയിൽ നിന്നും ഒരു ടോപ്പിക്ക് നോക്കാം. ഫുഡ് ടെക്നോളജിയിലെ ഏതെങ്കിലും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പം മൈക്രോസ്കോപ്പി എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്കിന്ന് മൈക്രോസ്കോപ്പി നോക്കാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് സ്ലൈഡ്സിലേക്ക് പോകാം. മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലാന്റ്സിലെ ആനിമൽസിലെയൊക്കെ ഉള്ള സെൽസിന്റെയും ടിഷ്യൂസിന്റെയും ഓർഗൻസിലെയൊക്കെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതിനെയാണ്, സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് പഠിക്കുന്ന ടെക്നിക്കാണ് നമ്മൾ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് മൈക്രോ എന്ന് പറയുന്ന വേർഡ്, മൈക്രോയും സ്കോപ്പ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അപ്പൊ മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ളത്, സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നോക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഗ്ലാസ് ലെൻസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് പോയിന്റ്സ് ആണ്. ആദ്യത്തെ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ആന്റണി വാൻ ലുവൻഹുക്ക് ആണ്. അതുപോലെ ഫസ്റ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് സക്രിയാസ് ജാൻസണും അദ്ദേഹത്തിന്റെ ഫാദർ ആയിട്ടുള്ള ഹാൻസോട് ചേർന്നിട്ടാണ് ഫസ്റ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. ഈ സക്രിയ ജാൻസനെ തന്നെയാണ് ഫാദർ ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. റോബർട്ട് ഹുക്ക് അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള മൈക്രോഗ്രാഫിയിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹമാണ് സെൽ എന്നുള്ള ടേമും പറഞ്ഞിരിക്കുന്നത്. ഇനി ബ്രിട്ടീഷ് മൈക്രോസ്കോപ്പിസ്റ്റ് ആയിട്ടുള്ള ജൂലിയസ് റെയിൻബർ അദ്ദേഹം മൈക്രോസ്കോപ്പിലെ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു. അപ്പം അതിനെ നമ്മൾ റെയിൻബർ ഇലുമിനേഷൻ എന്ന് പറയുന്നുണ്ട്. ഈ നമ്മുടെ മൈക്രോസ്കോപ്പില് ലൈറ്റ് മൈക്രോസ്കോപ്പും ഉണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ഉണ്ട്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒരു ടൈപ്പാണ് ടെം എന്ന് പറയുന്നത്. ടെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. ഈ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ഏൺസ്റ്റ് റസ്കി മാക്സ് നോളുമാണ്. ഫസ്റ്റ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് കോക്ലർ ആണ്. അതുപോലെ ഫസ്റ്റ് കൺഫോക്കൽ മൈക്രോസ്കോപ്പി കണ്ടുപിടിച്ചിരിക്കുന്നത് മാർവിൻ മിൻസ്കി ആണ്. ഇതാണ് നമ്മൾ മൈക്രോസ്കോപ്പ്. എല്ലാവരും നമ്മൾ പ്ലസ് ടുവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാബുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഉപയോഗിച്ചിട്ടുള്ളതുമാണ്. അപ്പം ഈ മൈക്രോസ്കോപ്പിലെ പാർട്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ കൂടെയാണ് നമ്മൾ നോക്കുന്ന പാർട്ടിയാണ് നമ്മൾ ഐ പീസ് അല്ലെങ്കിൽ ഒക്ലാർ പീസ് എന്ന് പറയുന്നത്. ഇതിൽ കൂടെ നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കും. അപ്പൊ ഇതിനെയാണ് ബോഡി ട്യൂബ് എന്ന് പറയുന്നത്, ഈ പോർഷനെ. പിന്നെ അതിന് താഴെയായിട്ട് ഹെഡ് പീസ് ഉണ്ട്. ഇത്രയും ഭാഗത്തിന് ഹെഡ് പീസ് എന്ന് പറയുന്നു. ഹെഡ് പീസിന്റെ താഴെയായിട്ട് ഒരു സർക്കുലർ ഏരിയ ആണ്, ഇതിനെ നോസ് പീസ് എന്ന് പറയുന്നു. ഈ നോസ് പീസിലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് 3-4 എണ്ണം കാണും. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഉള്ള പോർഷനിലാണ് നമ്മൾ സ്പെസിമെൻ വെക്കുന്നത്. ആ സ്പെസിമെൻ വെക്കുന്ന ഏരിയക്കാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റേജിന് താഴെയായിട്ട് ഉള്ള പാർട്ടിനെയാണ് നമ്മൾ കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത്. ഈ കണ്ടൻസർ ലെൻസിന്റെ ഒരു പാർട്ടാണ് ഐറിസ്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇല്യൂമിനേറ്റർ, അതിലൂടെയാണ് ഇല്യൂമിനേഷൻ വരുന്നത്. ഇത്രയാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ ബേസിക് ആയിട്ടുള്ള പാർട്സ്. നമുക്ക് ഓരോന്നും നോക്കാം. പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പ്. ഐ പീസ് അല്ലെങ്കിൽ ഒക്കുലാർ ലെൻസ്. അപ്പം ഈ ഐ പീസ് അല്ലെങ്കിൽ ഒക്കുലാർ ലെൻസിൽ കൂടിയാണ് നമ്മൾ ഒരു സ്പെസിമെൻ നോക്കുന്നത്. അപ്പം അതാണ് ഏറ്റവും മുകളിലത്തെ ഭാഗവും അല്ലെ, ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ് ഐ പീസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 10x ആണ്. ഇനി നോസ് പീസ്. അപ്പൊ നോസ് പീസ് എന്ന് പറയുന്നത് ഈ സർക്കുലർ ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ നോസ് പീസ് എന്ന് പറയുന്നത്. ഈ നോസ് പീസിലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് 3 to 4 കാണും. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് വെച്ചിരിക്കുന്നത്. ദ സർക്കുലർ സ്ട്രക്ചർ ദാറ്റ് സ്ക്രൂസ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് കോൾഡ് നോസ് പീസ്. Objective lens of various magnification and numerical aperture are mounted on the rotating nose piece. ഇത് നമുക്കിങ്ങനെ കറക്കാൻ പറ്റുന്നതാണ് ഈ നോസ് പീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പേരൂടെ പറയുന്നുണ്ട്, അത് റിവോൾവിംഗ് ടററ്റ് എന്നാണ്. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലെങ്കിൽ സ്പെസിമിനെ നമുക്ക് മാഗ്നിഫൈ ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്പെസിമിനെ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി മാഗ്നിഫൈ ചെയ്തിട്ടാണ് നമ്മളത് ഐ പീസിലൂടെ കാണുന്നത്. ഐ പീസ് ഏറ്റവും മുകളിലിരിക്കുന്ന ഭാഗത്തൂടെ കാണുന്നത്. അപ്പം ഇതാണ്
ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യുന്നത്. അപ്പം ഇത് സാധാരണഗതിയിൽ ആ മൂന്നോ നാലോ എണ്ണം കാണും. ഇത് ആ നോസ് പീസിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. It gathers light from the specimen, magnifies the image of the specimen and project this magnified image. അപ്പം ഇതിന്റെ ഒരു മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 to 100x ആണ്. അപ്പം ഇതിൽ 4 ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഓരോന്നിന്റെയും പേര് സ്കാനിങ് ഒബ്ജക്റ്റീവ് ലെൻസ്, അതിന്റെ മാഗ്നിഫിക്കേഷൻ 4x ആണ്. ലോ പവർ ഒബ്ജക്റ്റീവ് ലെൻസ്, അതിന്റെ മാഗ്നിഫിക്കേഷൻ 10x. ഹൈ പവർ ഒബ്ജക്റ്റീവ് ലെൻസ് മാഗ്നിഫിക്കേഷൻ 40x. പിന്നെ ഓയിൽ ഇമേർഷൻ ലെൻസ് 100x. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് തന്നെ 2 ടൈപ്പിലുണ്ട്. അതായത് ഡ്രൈ ടൈപ്പും ഉണ്ട്, ഇമേർഷൻ ടൈപ്പും ഉണ്ട്. അപ്പം ഈ സാധാരണഗതിയിൽ നമ്മളിപ്പം ഈ ഭാഗത്തേക്ക് ഒരു സ്പെസിമെൻ വെക്കുന്നു. സ്പെസിമെൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി നോക്കുന്നു. അപ്പം അങ്ങനെ ഉള്ളതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഡ്രൈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ് വിച്ച് വർക്ക്സ് എയർ ബിറ്റ്വീൻ ദ സ്പെസിമെൻ ആൻഡ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പം ആ സ്പെസിമെന്റെയും പിന്നെ ആ ലെൻസിന്റെ ഇടയ്ക്ക് എയർ ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഡ്രൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നു. എന്നാൽ ഈ ഒബ്ജക്റ്റീവിന്റെയും സ്പെസിമെന്റെയും ഇടയ്ക്ക് നമ്മൾ ഓയിൽ വെക്കും. അപ്പം അതിനെയാണ് നമ്മൾ ഓയിൽ ഇമേർഷൻ എന്ന് പറയുന്നത്. The objective that require liquid, usually transparent oil, which occupies the space between object and front element is called immersion objective. ഒബ്ജക്റ്റിന്റെയും ലെൻസിന്റെ ഇടയിൽ ഓയിൽ വെക്കുന്നു. പിന്നെ there are about 1 to 4 objective lens placed in one microscope. ഓരോ മൈക്രോസ്കോപ്പിനും അതിൻ്റെതായ മാഗ്നിഫിക്കേഷൻ ഉണ്ട്. ഇനി അടുത്തതാണ് ബോഡി ട്യൂബ്. ബോഡി ട്യൂബ് എന്ന് പറയുന്നത് ഇതാണ് ബോഡി ട്യൂബ്. ഈ ഐ പീസ് കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ് ബോഡി ട്യൂബ്. ഇതെന്താ ചെയ്യുന്നത്, ഇത് നമ്മുടെ ഐ പീസിനെയും പിന്നെ നമ്മുടെ ആ ഒബ്ജക്റ്റീവ് ലെൻസിനെ എല്ലാം കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ബോഡി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹോളോ ട്യൂബ് ആണ് ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ് ഫ്രം ഒബ്ജക്റ്റീവ് ടു ദ ocular lens. It connects eyepiece to the objective. The upper end of the tube possesses ocular or eyepiece lens, while the lower portion consists of a movable nose piece containing the objective lens. പിന്നെ അതിന് താഴെയാണ് സ്റ്റേജ്. അപ്പം ഈ സ്റ്റേജിലാണ് നമ്മൾ സ്പെസിമെൻ വെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സ്പെസിമെൻ വെക്കുന്നത്. അപ്പം ഇതിൽ 2 നോബ് ഉണ്ട്. ഒന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആക്കാനും അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കാനുള്ള പോർഷനാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്. So it's a platform having clips that supports the slide. In case of mechanical state, the slide is kept in position with the help of 2 knobs. One knob moves the slide left and right, and other moves it forward and backward. ഇനി കണ്ടൻസർ. അപ്പം ഈ സ്റ്റേജിന് താഴെ വരുന്ന പോർഷനാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഈ കണ്ടൻസർ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ലൈറ്റ് ബീമിനെ ഫോക്കസ് ചെയ്യുന്നു, സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. It is mounted below the stage where the specimen is placed and focus beam of light into the specimen. It provides illumination in the region of object under observation. അതിനെ ക്രിട്ടിക്കൽ ഇല്യൂമിനേഷൻ എന്ന് പറയുന്നു. അപ്പം ഈ കണ്ടൻസർ ആണ് നമുക്ക് നല്ല ക്ലിയർ ഇമേജസ് കിട്ടുന്നത്. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 400x ആണ്. അപ്പം നമ്മൾ ഈ പുതുതായിട്ട് വരുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിലൊക്കെ അതിന്റെ മാഗ്നിഫിക്കേഷൻ 1000x വരെ വരുന്നുണ്ട്. ഇനി ഈ ഡയഫ്രത്തിന്റെ കണ്ടൻസറിന്റെ ഒരു ഭാഗമാണ് ഡയഫ്രം അല്ലെങ്കിൽ ഐറിസ് എന്ന് പറയുന്നത്. ഇതാണ് ഡയഫ്രം അല്ലെങ്കിൽ ഐറിസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മളെ ലൈറ്റ് എത്രത്തോളം നമ്മുടെ കണ്ടൻസറിലേക്ക് പാസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. The diaphragm or iris regulates the amount of light entering the condenser, that it helps in adjusting the intensity of light. It is located under the stage or between the light source and the condenser. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എത്രത്തോളം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ തുറക്കുകയും വലുതാവുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ലൈറ്റ് എത്രത്തോളം ഇതിലേക്ക് പാസ് ചെയ്യണമെന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഡയഫ്രം ആണ്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഒരു ഇലൂമിനേറ്റർ വെച്ചിട്ടുണ്ട്. ഇനി മൈക്രോസ്കോപ്പിന്റെ ടൈപ്സ്. അപ്പം മൈക്രോസ്കോപ്പ് മെയിൻലി 2 ടൈപ്പാണ്. ഒന്ന് ലൈറ്റ് മൈക്രോസ്കോപ്പും ഒന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. ഇപ്പം ഈ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്താണെന്ന് നോക്കാം. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് വേവ്സും ഗ്ലാസ് ലെൻസസുമാണ് നമ്മൾ മാഗ്നിഫിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ഗ്ലാസ് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഇവിടെ സ്പെസിമെൻ ഇസ് പ്ലേസ്ഡ് ഓൺ ഗ്ലാസ് ലൈറ്റ്. കളേർഡ് ഇമേജസ് ആണ് നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1000x തൊട്ട് 1500x വരെയാണ് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ. ഇവിടെ നോർമലി ഉപയോഗിക്കുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് ഹീറ്റ് ആണ്.
ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ തന്നെ രണ്ട് ടൈപ്സ് ആണ്, സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. അതായത് ലെൻസിന്റെ ബേസിസിൽ തിരിച്ചിരിക്കുന്നു ലൈറ്റ് മൈക്രോസ്കോപ്പിനെ. ഇതിപ്പോ സിമ്പിൾ ലെൻസ് മൈക്രോസ്കോപ്പിൽ ഒരു ലെൻസേ അവിടെ കാണത്തുള്ളൂ. അത് ഏറ്റവും ബേസിക് ഫോമാണ് സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പ് എന്നുള്ളത്. അത് നമുക്കിപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ആണ് മാഗ്നിഫൈയിങ് ഗ്ലാസും ലൂപ്സും ഒക്കെ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എന്താണ്, 2 or 3 ലെൻസുകൾ അതിൻ്റെ അകത്തിൽ കാണും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് വിച്ച് യൂട്ടിലൈസ് multiple lenses in order to collect light from the sample and then to focus the light into the eyes. Separate set of lenses are used. അതായത് ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ ലെൻസ് എല്ലാം വരുന്നതാണ്. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ ആ ലെൻസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി ടൈപ്സ് ഓഫ് ലൈറ്റ് മൈക്രോസ്കോപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്, ഇവയെല്ലാമാണ് ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ ടൈപ്സ്. നമുക്ക് ആദ്യമായിട്ട് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് നോക്കാം. അപ്പം ഈ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഉണ്ടാകുന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം, ഈ ബ്രൈറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ ആ ബ്രൈറ്റ് നമ്മൾ ആദ്യം പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതായത് നമ്മുടെ അതിന്റെ ഇമേജ് ഉണ്ടാവുമല്ലോ, ആ ഇമേജ് ഉണ്ടാകുന്നത് ഒരു ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇമേജ് ഈസ് പ്രൊഡ്യൂസ് ആസ് എ ഡാർക്ക് ഇമേജ് ഇൻ എ ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്രൈറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇമേജ് ഡാർക്ക് ആയിരിക്കും. ഇമേജിനെ നമുക്ക് ഡാർക്ക് ആയിട്ട് കാണാം. അതിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതെന്തിനാണ് കാണുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഒബ്സർവിങ് നോൺ വയബിൾ സ്റ്റെയിൻഡ് സാമ്പിൾസ്. അപ്പം മൂവ്മെന്റ് ഇല്ലാത്ത സാമ്പിൾസിനെ കാണാനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ലിവിങ് സെൽസ് കാണത്തില്ല. കാരണം ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ സ്പെസിമെൻ ആൻഡ് സറൗണ്ടിങ് മീഡിയം. സ്പെസിമെനും സറൗണ്ടിങ് മീഡിയത്തിലും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഇല്ലാത്തത് മൂലം നമുക്ക് ലിവിങ് സെൽസിനെ ഈ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ബ്രൈറ്റ് ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആ ബാക്ക്ഗ്രൗണ്ട് ആണ് ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഇമേജ് ഡാർക്ക് ആണെന്നും. ഇനി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഇപ്പൊ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ്, ഈ ഒബ്ജക്റ്റ് ബ്രൈറ്റ് ആയിട്ടും ആ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയി. അപ്പം ഈ ഡാർക്ക് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ആദ്യം പറയുന്നതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ആ ആദ്യത്തെ പേരാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിരിക്കും ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ. അപ്പം ഇവിടെ നമുക്ക് ലിവിങ് സ്പെസിമെൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രപ്പോണിമ പല്ലിയുടെ ഒരു സ്പൈറോഷീറ്റ് ആണ് സിപ്ലിസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നമ്മൾ യൂഷ്വലി കാണുന്നത് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിലൂടെയാണ്. ഓക്കെ, പിന്നെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. അപ്പം ഇതിലെല്ലാം ഞാൻ പോയിന്റ്സ് ആണ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ഫ്രിറ്റ്സ് സെർണിക്കയാണ്. It produces high contrast image of transparent specimens. Specimensൽ നല്ല high contrast ഉണ്ടാവുന്നു. Is widely used for examining specimens as biological tissue. Enables the visualization of internal cellular components, motility and shapes of cells. Living cells നമുക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യാം. ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ നമുക്ക് സാധാരണ രീതിയിൽ കാണുന്നത് സെല്ലുലാർ കമ്പോണൻസ്, ഇന്റേണൽ സ്ട്രക്ചേഴ്സും അതിന്റെ മൂവ്മെന്റ്സും സെൽസിന്റെ ഷേപ്സും ഒക്കെ കാണാം. അതുപോലെ ലിവിങ് സെൽസ് നമുക്കിവിടെ കാണാം. It is used in the diagnosis of tumor cells, used in living unstained endospores. Eukaryotic cells can be observed. പിന്നെ it doesn't require staining to view the slide. ഇവിടെ ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ സ്റ്റെയിനിങ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇത്രയാണ് ഇത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇനി ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്. അപ്പം ഈ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും യൂസ് ചെയ്യുന്നു. എന്തിൻ്റെ കൂടെ? റിഫ്ലക്ഷന്റെയും അബ്സോർപ്ഷന്റെയും കൂടെ ഈ രണ്ട് പ്രിൻസിപ്പിൾസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് അബ്സോർബിങ് ലൈറ്റ് ഓഫ് ഷോർട്ട് വേവ് ലെങ്ത് സച്ച് ആസ് ബ്ലൂ ലൈറ്റ് ആൻഡ് എമിറ്റ് ലൈറ്റ് ഓഫ് ലോങ് വേവ് ലെങ്ത്. അപ്പം ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് ഒരു ലൈറ്റിലെ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും അതുപോലെ തന്നെ ലോങ് വേവ് ലെങ്ത് ഉള്ളതിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഫോസ്ഫോറസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ റീ എമിറ്റ് ചെയ്യത്തില്ല, ഈ ലൈറ്റിനെ റീ എമിറ്റ് ചെയ്യത്തില്ല. അപ്പം ഇവിടെ എന്താന്ന് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഈ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ട മൈക്രോ ഓർഗാനിസംസിനെ ഫ്ലൂറസെന്റ് ഡൈ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഈ ഡൈ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് അതിലേക്ക് ലൈറ്റ് കടത്തി വിടുന്നു. ഈ ഫ്ലൂറസെന്റ് ഡൈക്ക് പറയുന്ന പേരാണ് ഫ്ലൂറോക്രോം ഉള്ളത്. അപ്പൊ ഈ ഫ്ലൂറോക്രോംസ് ലൈറ്റിന്റെ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ളതിനെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ലോങ് വേവ് ലെങ്ത് ഉള്ളതിനെ എമിറ്റ് ചെയ്യും. അതാണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ. അതായത് നമുക്ക് ഈ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെ ഫ്ലൂറസെന്റ് ഡൈ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുന്നു. ഈ ഡൈക്ക് പറയുന്ന പേരാണ് നമ്മൾ ഫ്ലൂറോക്രോംസ് എന്ന്. ഈ ഫ്ലൂറോക്രോംസ് ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർവ് ചെയ്യുകയും അതുപോലെ തന്നെ ലോങ് വേവ് ലെങ്ത് ഉള്ളതിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. The components of fluorescence microscope are light source. ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് xenon ആർക്ക് ലാമ്പോ അല്ലെങ്കിൽ മെർക്കുറി വേപ്പർ ലാമ്പോ അല്ലെങ്കിൽ ഹൈ പവർ LED ലേസേഴ്സ് ആയിരിക്കും നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ പാർട്സ് ആണ് എക്സൈറ്റേഷൻ ഫിൽറ്റേഴ്സ്, ഡൈക്രോയിക് മിറർ, എമിഷൻ ഫിൽറ്റർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ സ്പെസിമെന് ഞാൻ പറഞ്ഞില്ലേ, ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് ഫ്ലൂറോക്രോംസ് വെച്ചിട്ടാണ് സ്പെസിമെൻ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾസ് ആണ് ഒറാമീൻ ഓയും അക്രിഡീൻ ഓറഞ്ചും ഫ്ലോറസീനും ഒക്കെ. ഈ ഒറാമീൻ ഓ എന്ന് പറയുന്നത് അത് മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസിന്റെ ഡിറ്റക്ടേഷനാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ടൈപ്സ് ആയിരുന്നു. ഇനിയുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞത് ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ ടൈപ്സ് ആണ്. ഇനി നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ടൈപ്സും അതിന്റെ കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. അപ്പം ഫസ്റ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ഏണസ്റ്റ് റസ്കിൻ ആൻഡ് മാക്സ് നോളും ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 2000x തൊട്ട് ഹയർ ആണ്. 2000x ആണ് അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ലെവൽ. അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഇസ് എ ടെക്നിക് ദാറ്റ് ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ഹൈ റെസൊല്യൂഷൻ ഇമേജ് ഓഫ് ദ സ്പെസിമെൻ. Electrostatic and electromagnetic lens are used to control the beam of electron and focus image. അപ്പം ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ബീംസും മാഗ്നറ്റിക് ഫീൽഡും വഴിയാണ് നമ്മൾ ഈ ഇമേജിനെ മാഗ്നിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഇലൂമിനേഷന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ഇലൂമിനേഷന്റെ സോഴ്സ് ഒരു ഇലക്ട്രോൺ ബീമാണ്. ഇമേജ് ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഒബ്ജക്റ്റീവ് ലെൻസ്, ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഇമേജ് നമ്മൾ കാണുന്നത് ഒരു ഫ്ലൂറസെന്റ് ആയിട്ടുള്ള സ്ക്രീനിലാണ്. സ്പെസിമെൻ വെക്കുന്നത് ഒരു കോപ്പർ മെഷിലാണ്. ഒരു ബീം ഓഫ് ഇലക്ട്രോൺ ആണ് സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Image formation is based on the differential scattering of electrons by part of the specimen. So, ആ സ്പെസിമെന് ഈ ഇലക്ട്രോൺസിനെ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് വഴിയാണ് നമുക്ക് സ്പെസിമെൻസ് ഇമേജ് അവിടെ നമുക്ക് കാണുന്നത്. ഇമേജ് ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബൈ ദ പാർട്സ് ഓഫ് ദ സ്പെസിമെൻ. അപ്പം ഇതിനുള്ള ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടി കാണാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ പെനിട്രേഷൻ ലെവൽ വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈ എടുക്കുന്ന സ്പെസിമെൻ എന്ന് പറയുന്നത് അൾട്രാ തിന്നായിട്ടുള്ള സ്പെസിമെൻസെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. തീരെ കട്ട് ചെയ്ത് തിന്നാക്കിയിട്ട് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആസ് ഇറ്റ് വർക്ക്സ് ഇൻ വാക്യൂം സ്പെസിമെൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ഡ്രൈ. ഈ സ്പെസിമെൻ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കണം. ഇത്രയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ രണ്ട് ടൈപ്സ് ആണ്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയും. അപ്പം ഇത് രണ്ടും നോക്കാം. ഇപ്പൊ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആദ്യത്തെ കമേഴ്ഷ്യൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത് സീമെൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇലക്ട്രോൺസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ എ സ്പെസിമെൻ ആൻഡ് ഫോംസ് എ 2-dimensional ഇമേജ്. അപ്പം ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു 2-dimensional ഇമേജസ് ആണ്. The high voltage electron beam is emitted by an electron gun which is made up of a tungsten filament. അപ്പം ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ഇലക്ട്രോൺ ബീം ഉണ്ടാക്കുന്നത് ഒരു ഇലക്ട്രോൺ ഗൺ ആണ്. ഈ ഇലക്ട്രോൺ ഗണ്ണ് ടങ്സ്റ്റൺ ഫിലമെന്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സിനെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോഗ്രാഫ്സ് എന്ന് പറയുന്നു. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഫിക്സേറ്റീവ് ആയിട്ട് നമ്മൾ ഈ സ്പെസിമെൻസിനെ ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫിക്സേറ്റീവ്സ്. അപ്പൊ ഈ സ്പെസിമെനെ നമ്മൾ ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നോർമലി ഗ്ലൂട്രാർഡിഹൈഡോ ഫോം ആർഡിഹൈഡോ അല്ലെങ്കിൽ ഓസ്മിയം ടെട്രോക്സൈഡോ ആണ്.
The sample or specimen are prepared either by cutting very thin section of the specimen from the piece of tissue. Instrument which is used to get thin section is called ultra microtome. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ടെമ്മിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും തിന്നായിട്ടുള്ള സ്പെസിമെൻ ആണ് എടുക്കുന്നത്. അപ്പം ഈ സ്പെസിമെൻസിനെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് അൾട്രാ മൈക്രോടോം എന്നുള്ളത്. പിന്നെ സ്റ്റെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് ലെഡ് സിട്രേറ്റ്, യുറാനിയൽ അസറ്റേറ്റ്, ഓസ്മിയം ടെട്രോക്സൈഡ് ആണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഹെവി മെറ്റൽസ് യൂസ് ഇൻ സ്റ്റെയിനിങ് ആർ ലെഡ് സിട്രേറ്റ്, യുറാനിയൽ അസറ്റേറ്റ് ആൻഡ് ഓസ്മിയം ടെട്രോക്സൈഡ്. The technique used for preparing specimens are negative staining അല്ലെങ്കിൽ ഷാഡോയിങ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ടെമ്മിൽ വന്നിരിക്കുന്ന ഒരു ഇമേജ് ആണ്. നല്ല ഇനി അടുത്ത ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ വേറൊരു ടൈപ്പാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇത് സെൽ സർഫസ് കാണാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു 3D ഇമേജ് ആണ്. ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ കാഥോഡ് റേ ട്യൂബ്. ഇമേജ് റെസൊല്യൂഷൻ ഓഫ് ടെമ്മിന്റെ ഇമേജ് റെസൊല്യൂഷൻ സെമ്മിനേക്കാളും കൂടുതലായിട്ടാണ്. ഇത് ജസ്റ്റ് നമുക്ക് ഞാൻ ഈ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എല്ലാം നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, പോയിന്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ റിസോൾവിംഗ് പവറും റെസൊല്യൂഷനും ഒക്കെ നമ്മൾ പല FSSA ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പൊ ഈ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ഒരു സ്പെസിമെനിലെ 2 പോയിന്റ്സിനെ തമ്മിൽ നമ്മൾ വേറെ ആയിട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിനിമം ഡിസ്റ്റൻസ്. റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിമെനിലെ 2 പോയിന്റ്സിനെ തമ്മിൽ അത് വേറെ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഈ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ മിനിമം ഡിസ്റ്റൻസ് മൂലം നമുക്ക് ഈ 2 പാർട്സിനെയും നമുക്ക് 2 ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ എബിലിറ്റി ഓഫ് എ മൈക്രോസ്കോപ്പ് ടു ഡിസ്റ്റിംഗ്വിഷ് details of a specimen or sample. In other words, it is a minimum distance between 2 distinct points of a specimen where they can still be seen by the observer as a separate entity. അപ്പം ഈ 2 ഡിസ്റ്റിങ് പോയിന്റിനെയും നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ അത് 2 ആയിട്ട് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ആ മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. ഈ ഓയിൽ ഇമോഷൻ ടെക്നിക്ക് നമ്മൾ റിസോൾവിംഗ് പവറിനെ ഇൻക്രീസ് ചെയ്യുന്നു. റിസോൾവിംഗ് പവർ ഓഫ് ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് 0.25 mm ആണ്. ഇനി റെസൊല്യൂഷൻ, ഈ റിസോൾവിംഗ് പവറും റെസൊല്യൂഷനും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ മൈക്രോസ്കോപ്പ് പോലുള്ളതിൽ നമ്മൾ പറയുമ്പോൾ റിസോൾവിംഗ് പവർ എന്നാണ് പറയുന്നത്. പിന്നെ ഇത് പല ക്വസ്റ്റ്യൻസും ഇങ്ങനെ കണ്ടിട്ടുള്ളത് മാത്രം ഇതിലൂടെ റെസൊല്യൂഷനോട് ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ 2 into ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. റെസൊല്യൂഷൻ പവറിനെ നമ്മൾ കൂട്ടുന്നത് യൂസിങ് ഇലുമിനേഷൻ ഓഫ് ഷോർട്ട് വേവ് ലെങ്തും ആൻഡ് ബൈ ഇൻക്രീസിങ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. പിന്നെ മാഗ്നിഫിക്കേഷൻ, ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള മാഗ്നിഫിക്കേഷൻ എന്താണ്. അപ്പോൾ ഈ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഓഫ് എ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും ഐ പീസിന്റെയും മാഗ്നിഫിക്കേഷനിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ ഒരു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രീവിയസ് ഇയർ കണ്ടതാണ്. റിസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് is a function of wavelength of light used, numerical aperture of lens system, refractive index, wavelength of light used and numerical aperture of lens. ഇതിന്റെ ആൻസർ wavelength of light used and numerical aperture of lens ആണ്. പിന്നെ the rate at which light enters through the object is dash in phase contrast microscope. Constant, inversely proportional to refractive index, directly proportional to refractive index, exponentially related to refractive index. The answer inversely proportional to refractive index. Main microscope lens that focus the image is ocular lens, objective lens, binocular and condenser. The answer objective lens ആണ്. അപ്പം ഇത്രയായിരുന്നു മൈക്രോസ്കോപ്പിൽ പറയാനുള്ളത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഓരോന്നിന്റെ പ്രിൻസിപ്പിൾസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
അപ്പം കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസിന്നാണ് ഞാൻ നോട്ട്സ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ മൈക്രോസ്കോപ്പിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം നമുക്ക് കൂടുതലായിട്ട് പോയിന്റ്സ് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.